ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കോഴി വളർത്തുന്നവർക്കും ഈ ബെഡ്സ് എല്ലാം വളർത്തുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയം കൂടിയാണ് നമ്മുടെ ഈ മഴക്കാലം എന്ന് പറയുന്നത്. വേനൽക്കാലമാണ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടെന്ന് ഓർക്കും, പക്ഷേ അല്ല, മഴക്കാലമാണ് നമുക്ക് ഏറ്റവും വളർത്തുന്നവർക്ക് ഏറ്റവും പ്രയാസകരമായ കാലഘട്ടം. എന്നുവെച്ചാൽ കോഴികൾക്കും എല്ലാത്തിനും, ബേഡ്സിനാണെങ്കിലും എന്തിനാണെങ്കിലും പെട്ടെന്ന് അസുഖങ്ങൾ വരാനും ഒരുപാട് ചത്തുപോകാനും ഒക്കെ സാധ്യത കൂടുതലുള്ളതും അങ്ങനെ അസുഖങ്ങൾ കൂടുതലുള്ള സമയം എന്ന് പറയുന്നത് നമ്മുടെ ഈ മഴക്കാലം തന്നെയാണ്. അപ്പോൾ ഈ മഴക്കാലത്തിൽ കോഴികൾക്കും അല്ലെങ്കിൽ ബേഡ്സിനാണെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു മെഡിസിനാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അതിന് പനിക്കൂർക്കയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേ മഞ്ഞളാണിത്. മഞ്ഞൾ നമുക്കിത് പറിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് മഞ്ഞൾ അതിൻ്റെ നിന്ന് കൈ കൊണ്ട് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, അതിങ്ങനെ മണ്ണ് ഉറച്ചിരിക്കണം. നമുക്ക് കത്തിയൊക്കെ എടുക്കുക. അപ്പോൾ അതാ എടുത്തപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്, മഞ്ഞളിൻ്റെ കഷ്ണം തന്നെയാണത്. പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം നിങ്ങൾക്ക് ചേർത്ത് നല്ലൊരു കഷായം ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വേണ്ടത് വേറൊരു സാധനമാണ്, കരിഞ്ജീരകം. കരിഞ്ജീരകത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്. എന്ത് അസുഖത്തിനും ആർക്കാണെങ്കിലും ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത് കരിഞ്ജീരകം തന്നെയാണ്. അപ്പോൾ കരിഞ്ജീരകം വെച്ചാണ് നമുക്ക് ഇന്ന് കോഴികൾക്ക് മെഡിസിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ കരിഞ്ജീരകം, പനിക്കൂർക്ക, തുളസിയില, പിന്നെ എന്നത് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, മഞ്ഞൾ, പിന്നെ കുരുമുളക്, ഇത്ര സാധനങ്ങളിട്ടുണ്ട്. അപ്പോൾ തുളസിയില ഇത്രയും മതി. തുളസി ഒരു 2 ഗ്ലാസ് വെള്ളം എടുക്കുക, എന്നിട്ട് 1 ഗ്ലാസ്സായിട്ട് പറ്റിച്ചെടുക്കുക കേട്ടോ. 2.5 ഗ്ലാസോളം ഞാൻ വെള്ളം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, മഞ്ഞൾ, കുഞ്ഞു പപ്പായ കഷ്ണം പോലെ ഇരിക്കണതല്ലേ. അപ്പോൾ മഞ്ഞൾ ഒന്ന് ചതച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് ചതച്ച് കൊടുക്കുക. ഒരുപാട് അരച്ച് കളയണ്ട, നമുക്കൊന്നൊക്കെ ചെറിയ ഇതുപോലെ കല്ല് കൊണ്ടൊന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി. മിക്സിയിട്ടൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്നെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളക്കണം. തിളച്ച് കുറച്ച് പറ്റാനും വേണം. എന്നിട്ട് ആ വെള്ളമാണ് നമുക്ക് കോഴികൾക്കായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ കുരുമുളക് പൊട്ടിക്കൊന്നും ചെയ്തില്ല, ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം ഞാൻ ഏകദേശം ഒരു 3 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ചെറിയ സ്പൂണാണെങ്കിൽ 3 സ്പൂൺ ഇടുക, വലിയ സ്പൂണാണെങ്കിൽ ഒരു 2 സ്പൂൺ ഇട്ടാൽ മതിയാവും. അപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഏറ്റവും കൂടുതലായിട്ട് മെയിനായിട്ട് വേണ്ടത് കരിഞ്ജീരകം തന്നെയാണ്. അപ്പോൾ കരിഞ്ജീരകം നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് ചെറുതായിട്ട് പറ്റിയിട്ട് നമുക്ക് ഒരുപാട് പറ്റിച്ചങ്ങോട്ട് കളയരുത്. നമുക്ക് കോഴിക്ക് കുടിക്കാനാണ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് പറ്റട്ടെ കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളക്കുന്നുണ്ട്. തിളച്ച് ഒന്ന് കുറച്ചൊന്ന് പറ്റിയിട്ട് നമുക്ക് അത് ആറിക്കഴിയുമ്പോഴത്തേക്കും ഒന്ന് അരിച്ച് നമുക്ക് ആ കോഴികൾക്ക് വെച്ച് കൊടുക്കുന്ന പാത്രത്തിൽ നിന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം മാറ്റി കൊടുക്കുക. അതിന് പകരം നമുക്ക് ഈ വെള്ളം വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഇല സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കോഴികൾ കുത്തി തിന്നും. അപ്പോൾ അത് നല്ലതാണ്, അങ്ങനെ നല്ലതാണ്. അപ്പം വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കണമെന്നില്ല. അപ്പോൾ വെള്ളം അരിച്ച് മാറ്റി കൊടുക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കോഴികൾക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളിന്ന് കുറച്ച് ദിവസത്തിന് ശേഷമാണല്ലേ വീഡിയോസൊക്കെ ഇട്ടത്. അപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി, അതാണ് കണ്ടിന്യൂസ് വീഡിയോസൊന്നും കാണാനത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കോഴികളുടെ വീഡിയോ മാത്രമേ ഉള്ളൂ എന്ന് പേർക്കും ചോദിക്കുന്നവർക്ക് അടുത്ത വീഡിയോ നല്ല വീഡിയോസായിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അത് തിളച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ആറാൻ വെക്കാം. നമുക്കൊന്ന് ആറിക്കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ച് മാറ്റുവാണ്. നമുക്ക് ഈ ഗ്ലാസ്സിൽ തന്നെ അല്ല കേട്ടോ കൊടുക്കുന്നത്. ഇങ്ങനെ അരിച്ച് കൊണ്ട് ചിലപ്പോൾ തോന്നും ഇതെന്താണ് ഈ ഗ്ലാസ്സിലേക്ക് അടിച്ച് നിങ്ങൾ കുടിക്കാനാണോ എന്ന് തോന്നണ്ട. ഇത് നമുക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് ഗ്ലാസ്സിലൊന്ന് അരച്ചെടുത്തതേ ഉള്ളൂ. ഇത് നമ്മുടെ ഇതുപോലെ ഇരിക്കുന്നില്ല, കട്ടൻ ചായ ഇരിക്കും പോലെ. അപ്പോൾ ചെടിച്ചട്ടിയിൽ നിന്ന് കുറേ കാക്ക ഉറുമ്പൊക്കെ അവിടെ തട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ചട്ടിയിൽ കുറച്ച് കാക്കക്കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു കുറേ ഇങ്ങനെ മിന്തിണ്ടെന്ന് വെച്ചില്ല, അതാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കോഴിക്ക് തിന്നാൻ കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കുടിക്കാനായിട്ട് വെള്ളം വെച്ച് കൊടുക്കാം. കുടിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.